ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ വില്ലേജ് കണ്ടുപിടിക്കാനായിട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം വേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാം. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു മാപ്പ് വേണം ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ഒരു കോമ്പസ് വേണം. പിന്നെ ഒരു ബണ്ടിൽ. ബണ്ടിൽ ഭയങ്കര നിർബന്ധമായിട്ടാണ്. കാരണം ഇതിൽ കുറേ സാധനങ്ങൾ കൊള്ളും. നിങ്ങൾക്ക് എക്സ്ട്രാ സ്പേസ് വേണമെങ്കിൽ എല്ലാം കൊടുത്ത് ഇതിൽ കിട്ടാൻ മതി. ഇതിൽ കുറേ സ്റ്റോറേജ് ഉണ്ട്. കുറേ അല്ല, അത്യാവശ്യത്തിന് സ്റ്റോറേജ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് സ്റ്റോറേജ് കുറവാണെങ്കിൽ ഒരു ബണ്ടിൽ വാങ്ങിയാൽ മതി. അതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ബാക്കി സ്പേസ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പം ഞാനൊരു ബണ്ടിൽ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം സാധനങ്ങളും ഓവർ സാധനങ്ങളൊന്നും എടുക്കാൻ നിൽക്കണ്ട. അപ്പം അത്യാവശ്യത്തിന് സാധനങ്ങൾ എടുക്കുക. അത്രേ ഉള്ളൂ. പിന്നെ നമുക്കൊരു മാപ്പ് വേണം. മാപ്പിന് പേപ്പർ വേണം. പേപ്പറിന് മുള വേണം. അപ്പോൾ ആദ്യം നമുക്ക് എന്തായാലും ഞാൻ എൻ്റെ അങ്ങനെ തിരിഞ്ഞ് കളിക്കണം. എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ഒരു പെട്ടി തുറക്കുമ്പോൾ പിന്നെ അടുത്ത പെട്ടി തുറക്കുമ്പോൾ എന്താ ചെയ്തു വന്നതെന്ന് മറന്നു പോകും. നിങ്ങൾക്ക് ആർക്കും ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടോ? സത്യം പറയാലോ, എനിക്ക് ഈ മൈൻക്രാഫ്റ്റ് കളിച്ചിട്ടാണോന്ന് അറിയില്ല, എന്താണാവും പെട്ടെന്ന് മറക്കും. ഒരു സാധനം വിചാരിച്ച് പെട്ടി തുറക്കും, പിന്നെ പെട്ടിയിൽ നിന്ന് സാധനം എടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് അങ്ങനെ തിരികെ എന്തെങ്കിലും കാട്ടി പോക്കി മറന്നു പോകും ചെയ്യാൻ വന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെ നമുക്ക് എന്തായാലും മുള യൂസ് ചെയ്ത് കുറച്ച് പേപ്പർ ഉണ്ടാക്കാം. ട്രീ പേപ്പർ പോരാ തോന്നുന്നു, കുറച്ച് പേപ്പർ വേണം. ഒരു കോമ്പസ് വേണം എന്തായാലും നമുക്ക്. കോമ്പസിന് ഒരു റെഡ് സ്റ്റോൺ, 4 സിൽവർ, ഈ സിൽവർ അല്ല, അയൺ. ഇതിൻ്റെ കളർ കണ്ടാ സിൽവറിൻ്റെ അതേ കളറ്, പക്ഷെ അയണാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അയണും 4 അയണും ഒരു എന്താ അതിൻ്റെ പേര്, ഒരു റെഡ് സ്റ്റോൺ ടെസ്റ്റ് അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. നമുക്ക് എന്തായാലും പേപ്പർ തേക്കില്ല, കുറച്ച് മുളകും കൂടി എടുത്തിട്ട് പോകാം. വാതിൽ തുറക്കുക, മേക്ക് ചെയ്യുക. എവിടെ സാധനം? ഇത് എന്തായാലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകും. ഒരു വില്ലേജൊക്കെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ്. നമ്മളൊരു കോമ്പസ് ഉണ്ടാക്കി. കോമ്പസ് ഇത് കല്ലിൽ അടിച്ച കോമ്പസ് ആട്ടോ. കല്ലിലടിച്ച കോമ്പസ് എന്താ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങോട്ട് കോമ്പസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ കണ്ടില്ലേ ഒരു കല്ല്, അതിൽ ഞാൻ അടിച്ചായിരുന്നു കോമ്പസ് ഉണ്ടാക്കിയതിന് ശേഷം. കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ കോമ്പസ് ഉണ്ടാക്കിയതിന് ശേഷം കണ്ട ഈ കല്ല്, മറ്റേ ഒരു വർക്കുള്ള കല്ല്, കല്ല്, ആ കല്ലിലടിച്ചിട്ട് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെറിട്ടറി മാർക്കാവും, മനസ്സിലാവും. അപ്പം നമ്മൾ ഈ ടെറിട്ടറി മാർക്ക് ചെയ്തിട്ട് ഈ കോമ്പസായിട്ട് ഏത് ഉദാഹരണം ചെന്ന് പോയി കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക്, അതായത് ആ കല്ല് നമ്മുടെ വീട്ടിലാണല്ലോ, അപ്പോൾ ആ വീട്ടിലേക്ക് തന്നെ അത് പോയിൻ്റ് ചെയ്ത് കിടക്കും. അപ്പോൾ നമ്മളെവിടെ ചെന്ന് കഴിഞ്ഞാലും കോമ്പസിൻ്റെ ആരും നോക്കുക, ഡയറക്റ്റ് അങ്ങോട്ട് പോവുക, നമ്മളെവിടെയാണെങ്കിലും നമ്മളെ വീട്ടിലേക്ക് ഇരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ യൂസ്. ഇപ്പോൾ കോമ്പസായി, പേപ്പർ ആയി. ഇനി എന്താ കോമ്പസ് ഉണ്ടാക്കി പേപ്പറല്ലേ ഇനി? അല്ല, മാപ്പ് ഉണ്ടാക്കിയില്ല. മാപ്പ് കണ്ടില്ലേ, നല്ല രസമല്ലേ? എനിക്കിത് ഫസ്റ്റ് ടൈം ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായിട്ടോ എക്സ്പ്ലോർ ചെയ്യാനും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മളെന്താ മാപ്പ്, എടോ അയ്യോ, എൻ്റെ പേപ്പർ വേസ്റ്റായി. ഒരു പൊട്ടത്തരം ചെയ്തിട്ട് നമ്മൾ ഈ കോമ്പസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? പേപ്പറും
കോമ്പസും പേപ്പറും. അയ്യോ അത് പറ്റൂല. ഇനിയിപ്പോൾ എന്താ ചെയ്യാം? 2 കോമ്പസും വേസ്റ്റായി. ചുമ്മാ ഓരോന്ന് അതെടുത്ത് ഇതെടുത്ത് എല്ലാതും പോയി. ഇത് സിൽവറും പോയി, മാങ്ങാത്തൊലിയും പോയി, എല്ലാം പോയി. എത്രയോ 6 ഞാൻ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫുള്ള് പേപ്പർ യൂസ് ചെയ്തിട്ടാണ് മാപ്പ് ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന മാപ്പിന് എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ മാപ്പിൽ നമ്മളുടെ ക്യാരക്ടറോട് പോയിൻ്റായിട്ട് തന്നെ അതിൽ കാണിക്കും. നമ്മൾ അനങ്ങുമ്പോൾ ആ പോയിൻ്ററും ആ മാപ്പിൽ അനങ്ങും. അപ്പം നമ്മൾ പേപ്പർ മാത്രം യൂസ് ചെയ്തുണ്ടാക്കി എന്താണെന്ന് വെച്ചാൽ പോയിൻ്റർ കാണില്ല, ജസ്റ്റ് മാപ്പ് മാത്രം കാണാം. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, നമുക്കൊരു പിക്ക് മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. നമുക്കൊരു സ്ഥലത്ത് പോകുമ്പോൾ ആ പോയിൻ്റർ കൂടി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തി, നമ്മൾ അവിടെ എത്തി, അങ്ങനെ നമുക്ക് മനസ്സിലാവില്ല. അപ്പം അതില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ പേപ്പറും പോയി, സിൽവർ യൂസ് ചെയ്തിട്ടുള്ള കോമ്പസും ഉണ്ടാക്കി. മാങ്ങാത്തൊലിഞ്ഞ് രണ്ടാമത് കോമ്പസ് ഉണ്ടാക്കണം. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മാപ്പ് ഉണ്ടാക്കുമ്പോൾ കോമ്പസ് യൂസ് ചെയ്ത് മാപ്പ് ഉണ്ടാക്കണം. പേപ്പറും കോമ്പസും അല്ല, പേപ്പർ മാത്രം യൂസ് ചെയ്ത് ഉണ്ടാക്കരുത്. ഇനി ഞാൻ വേറെ എവിടെയെങ്കിലുമൊക്കെ വരയ്ക്കും. ഇവിടെ മുളയുണ്ട്, അപ്പം ഇനി ഇവിടെ നിന്ന് നല്ല മുള എടുത്തിട്ട് ഇനി പേപ്പർ ഉണ്ടാക്കാം. ആ പേപ്പർ യൂസ് ചെയ്തിട്ട് ഒരു സ്ഥലത്തേക്ക് പോവാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അവസ്ഥ. അതും ഇല്ലെങ്കിൽ ക്രീപ്പർ വന്നിട്ട് ബാക്കിലൊന്ന് പൊട്ടിത്തെറിക്കും, അങ്ങനെ വീട് നശിക്കും. പിന്നെ വീട് എക്സ്പ്ലോഡ് ചെയ്തിട്ട് ഉണ്ടാവും, അങ്ങനെ വീട് നന്നാക്കാൻ നിൽക്കും. അപ്പോൾ വീട് നന്നാക്കാനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വെറുതെ ഒന്ന് പുറത്തേക്ക് വരുമ്പോൾ പിന്നെയും വേണമെങ്കിൽ ക്രീപ്പർ വന്നു. ഇതൊക്കെ തന്നെ അവസ്ഥ. മൈൻക്രാഫ്റ്റിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു പണി ഉണ്ടാവും. പിന്നെ ഇടയ്ക്ക് ഒരു വേറെ പണി ചെയ്യാൻ നിൽക്കും, അപ്പോൾ വേറെ പണി, അങ്ങനെ ഒരു പണി നടക്കത്തില്ല. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. നമുക്ക് പേപ്പർ ഉണ്ടാക്കാം. ഇനി 2 മുളയും കൂടി ആവശ്യമുണ്ട്. ഈ കയ്യിലുള്ള എല്ലാ മുളയും വെട്ടി തീർത്ത് ഇനി ഇല്ല മുള. നമുക്കൊരു കാര്യം ചെയ്യാം, കോമ്പസ് ഉണ്ടാക്കാം. നോർമൽ കോമ്പസ് വേണം. അത് വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. നമുക്ക് എത്ര പേപ്പർ? 5 പേപ്പർ വേണം. ഓക്കെ, കോമ്പസ് ഉണ്ടാക്കി. ഇനി നമുക്ക് നീല കളറിലൊരു കോമ്പസ് ഇല്ലേ എൻ്റെ ഇതിൽ വാലറ്റിൽ കിടക്കുന്നത്, അത് ഞാൻ മറ്റേട്ടോ ടെറിട്ടറി മാർക്ക് ചെയ്ത കോമ്പസാണ്. ഈ കോമ്പസ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് മാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, മാപ്പ് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കോമ്പസാണ്. അപ്പോൾ നമുക്കിനി കപ്പല്ല തോണി യൂസ് ചെയ്തിട്ട് നമുക്കിനി എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം. എന്തായാലും എൻ്റെ ഇവിടുത്തെ കഴിഞ്ഞു. അത് ഉണ്ട്, പക്ഷെ അതും കൂടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്ത് മുള ഉണ്ടാവില്ല. അപ്പം ഞാൻ അവിടെ നിന്നോട്ടെ, വേറെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് പോയി നോക്കി നോക്കാം. ഞാൻ പിന്നെ എന്താ പറയുക, ഈ തോണി ഓടിക്കുന്നതിൽ ബോട്ടിങ്ങിൽ എക്സ്പോർട്ട് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, വേഗം പോയി വരാം. ഇവിടെ ഒന്നും കാണില്ല. ഇവിടെ എവിടെയോ ഒരു മുളേൻ്റെ ഒരു സംഭവം കണ്ടിരുന്നു, നോക്കട്ടോ. ദാണ്ട് എടുക്കണം. നമുക്ക് മുളയും കിട്ടി. എന്തായാലും ഈ മുളയിട്ട് സെറ്റാവുമെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഇതാണ്ട് ഫുൾ എടുക്കാം, എന്നിട്ട് നമുക്ക് പേപ്പർ ഉണ്ടാക്കാം. ഓക്കെ, കിട്ടി. മുള കിട്ടിയില്ലല്ലോ. ഈ ബോട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം പിക്ക് ചെയ്യാനും പറ്റും. അങ്ങോട്ട് എടുക്കാം. ബോട്ട് ഓടിക്കാൻ പിന്നെ ഞാൻ എക്സ്പേർട്ടായിട്ട് പ്രശ്നമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഈ കോമ്പസിൻ്റെ യൂസ് മനസ്സിലായില്ലേ? എൻ്റെ വാലറ്റിലെ കോമ്പസ് അത് നമ്മൾ ടെറിട്ടറി മാർക്ക് ചെയ്ത കോമ്പസാണ്. അപ്പോൾ എൻ്റെ കോമ്പസിൻ്റെ ആരോ കണ്ടോ? എൻ്റെ വീടിൻ്റെ നേരെയാണ് അതിൻ്റെ കോമ്പസ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെയാണെന്നുണ്ടെങ്കിലും ആ കോമ്പസിൻ്റെ ആരോ എങ്ങോട്ടാ ആ ദിശയിലേക്ക് പോയാൽ മതി, നമ്മൾ വീട്ടിലെത്തും. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്.
അപ്പോൾ നമുക്കിപ്പോൾ ഒരു മാപ്പ് കിട്ടിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് എത്താൻ പറ്റുന്ന മീൻസ് പറ്റുന്ന ഒരു ഉറപ്പുമില്ല. ബട്ട് അറ്റ് എ ടൈം നിങ്ങളുടെ ഒരു കോമ്പസ്, അതായത് നിങ്ങൾ ടെറിട്ടറി മാർക്ക് ചെയ്ത ഈ കല്ലിലില്ലേ, ആ കല്ലിൽ ജസ്റ്റ് അത് ഒന്ന് എന്താ പറയുക അടിച്ചാൽ മതി, അപ്പോൾ സെറ്റോ. അതിലാക്കിയൊരു കോമ്പസ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വീട്ടിലെത്തും. അപ്പോൾ അതാണ് എൻ്റെ യൂസ്. അപ്പോൾ നമുക്ക് കുറച്ച് ഫുഡ് എടുക്കാം, നമ്മൾ എന്തായാലും കുറേ ട്രാവൽ ചെയ്യണം. കുറച്ച് ഫുഡ്, മാപ്പ്, പിന്നെ കോമ്പസ് അതൊക്കെ ആയില്ലേ. പിന്നെ അത്യാവശ്യം എക്യുപ്മെൻറ്റ്സ് അതൊക്കെ കൊടുത്തു. പിന്നെ ഡോഗിന് ഓക്കെ, ഡോഗിന് ഫുഡ് കൊടുത്തിട്ട് നമുക്ക് പോവാം. ഇത് ഞാൻ മൈൻ ചെയ്യുന്ന സ്ഥലം കേട്ടോ, വീട്ടിൻ്റെ ഇടയിൽ. പിന്നൊന്നും എടുക്കാറില്ലല്ലോ ഐ തിങ്ക്. ഇനി ഒന്നുമില്ല, ഞാൻ എപ്പോഴും മറന്നു പോകും, അതെൻ്റെ പ്രശ്നം. എല്ലാം ഒരുവിധം എല്ലാം എടുത്തുക്കണം, അത് മതി എന്ന് കാണിച്ചാൽ. പിന്നെ നമുക്ക് വെള്ളമായിട്ട് കളിക്കാം എന്തായാലും. മറ്റേത് പഴയ മാപ്പായിരുന്നു നമ്മളെ കയ്യിലുള്ള കേട്ടോ, അതായത് നമ്മൾ പേപ്പർ യൂസ് ചെയ്ത് പുതിയ മാപ്പ് ഉണ്ടാക്കാം. പുതിയ എന്താവാത്തേ ഇത് എന്ത് മാങ്ങയാണിത്? ഇത് ഇന്നൊന്നും പോലെ നടക്കൂല കേട്ടോ, കുറേ ടൈമാവും എനിക്കതാ തോന്നണത്. ഞാൻ മാപ്പ് ഉണ്ടാക്കി, കോമ്പസ് ഉണ്ടാക്കി, നോർമൽ കോമ്പസ് യൂസ് ചെയ്തിട്ടുണ്ടാക്കണം. അങ്ങനെ തന്നെ അല്ലേ ഞാൻ വെച്ചത്. മാപ്പ് കിട്ടി. മാപ്പ് നോക്കാം നമുക്ക്. പിന്നെ മാപ്പ് ഓക്കെ, മാപ്പ് സെറ്റായി. ഇപ്പോൾ കണ്ടോ ഞാൻ നടക്കുമ്പോൾ പോയിൻറ്റും അനങ്ങുന്നത് കണ്ടോ? അപ്പോൾ അതാണ് കോമ്പസ് യൂസ് ചെയ്തിട്ട് വേണം എപ്പോഴും മാപ്പ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അതേമാതിരി എന്നെപ്പോലെ മുഞ്ചിപ്പോവും. അപ്പോൾ നമ്മൾ മാപ്പ് ഉണ്ടാക്കി. പിന്നെ ഒരു ടെറിട്ടറി മാർക്ക് ചെയ്യുന്ന കോമ്പസും വേണം. മാപ്പ് പോയി അപ്പം എല്ലാം സെറ്റായിട്ടാ. ഒരു കോമ്പസ്, ഒരു മാപ്പ്, ഓക്കെ ഇപ്പോൾ ഒക്കെ സെറ്റായിട്ടാ. ഇനി നമുക്ക് പോവാം. ഇനി നമുക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. എന്താ എന്തോ എൻചാൻറ്റ്മെൻ്റ് എന്തായാലും പറയാം, എനിക്കറിയില്ല കേട്ടോ. നോക്കി ഞാനൊരു ബിഗിനറാണ്, എനിക്ക് ഇതിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. എൻചാൻറ്റ്മെൻ്റ് ഇനി എന്തോ ഒരു സാധനം തോന്നുന്നു, എന്തായാലും എടുത്തില്ല. ഇവിടെ ഉണ്ട് ബോട്ട്. എവിടെ? ഞാൻ പിന്നെ ബോട്ടിങ്ങിൽ ഭയങ്കര എക്സ്പേർട്ട് ആയതുകൊണ്ട് ഞാൻ വേഗം എത്തും. അതേമാതിരി ഇന്നെ ബോട്ടിൽ കയറി കഴിഞ്ഞാൽ ഇന്നെ ആർക്കും കൊല്ലാൻ പറ്റില്ല. മീൻസ് ഞാൻ ഭയങ്കര പ്രോ ആണ്, ഉള്ളത് പറയാമല്ലോ. ബോട്ടിങ്ങിൽ ഞാൻ എക്സ്പേർട്ടാണ്. ഓക്കെ, നമുക്ക് ലൈസൊക്കെ തിന്നിട്ട് ഇങ്ങനെ പോവാം. നമ്മളിങ്ങനെ പോകുന്തോറും മീൻസ് നമ്മൾ കവർ ചെയ്യുന്ന ഏരിയ മാപ്പിൽ ഇങ്ങനെ ചിത്രപ്പണി, അതായത് ഈ മാപ്പിൽ ഇങ്ങനെ തെളിഞ്ഞ് കാണാൻ പറ്റും കേട്ടോ.
അതാണ് അതിൻ്റെ നമ്മളിപ്പം ഈ റിവർ സൈഡിൽ ഈ ഭാഗത്തായിട്ട് നിൽക്കണം, അതായത് പോയിൻ്റർ എവിടെയാണോ അവിടെയാണ് നമ്മൾ നിൽക്കണം. അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പോവാം ദൂര സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ. ഓ, ഒരു കാര്യം മിസ്സായിട്ടുണ്ട്. നമ്മൾ ഗ്രാഫ് ഓൾറെഡി ഫുള്ളായിട്ടുണ്ട്. നമുക്കൊരു പേപ്പറും കൂടി വെച്ചിട്ട് നമ്മുടെ മാപ്പ് വലുതാക്കണം. അല്ലെങ്കിൽ നമുക്ക്, കാരണം അത് നമ്മൾ ഇപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ നിൽക്കണ ആ ഒരു ഏരിയ ഫുള്ള് ആ മാപ്പിൽ കവറായി. അപ്പം നമുക്ക് അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒരു പേപ്പറും കൂടി വെച്ചിട്ട് അധികം വെച്ചിട്ട് അത് കൂട്ടിയിട്ട് ക്രാഫ്റ്റ് ചെയ്ത് വേറൊരു മാപ്പ് കുറച്ചും കൂടി സൈസുള്ള പേപ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പോവാം നമുക്ക്. നമുക്ക് വേഗം പോവാം, അതായിരിക്കും നല്ലത്. വില്ലേജ് കാണാൻ എനിക്കറിയില്ല. ഇനി മാപ്പിൽ എവിടെയെങ്കിലുമൊക്കെ ക്ലിയറായി വരികയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് അങ്ങോട്ട് പോകാം. ഇടയ്ക്കിടയ്ക്ക് ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെവിടെ എത്തി, നമ്മളിപ്പോൾ എവിടെയാണെന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടാകും. കണ്ടോ, കുറച്ചുള്ളായിരുന്നു അതിൽ മറ്റേ ചിത്രം മാപ്പ് തെളിഞ്ഞു വന്നിരുന്നു. ഇപ്പോൾ നമ്മൾ പോകും തോറും ആ മാപ്പിൽ ഫില്ലായിക്കൊണ്ട് ഇങ്ങനെ ഫില്ലായിക്കൊണ്ട് ഇങ്ങനെ വരും. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഈ ബയോം ഇങ്ങനെ ഫില്ലായിക്കൊണ്ട് വരും നമ്മൾ പോകുന്നതിനനുസരിച്ച്. നമ്മൾ കുറച്ച് ഔട്ട് ഓഫ് കവറേജ് ആയെന്നാണ് തോന്നുന്നത്. നമ്മുടെ എന്താ പറയുക, പോയിൻ്റർ ഒന്നും ദിശയൊന്നും കാണിക്കുന്നില്ല, പരിധി വിട്ടു എന്ന്. ഈ മാപ്പിനേക്കാളും കുറച്ചും കൂടി പരിധി കൂടുതൽ നമ്മൾ എന്താ പറയുക, സ്ഥലം കവർ ചെയ്ത് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പം മാപ്പിലൊന്നും കാണിക്കുന്നില്ല. എനിവേ നമുക്ക് പോകാം, വരുന്നിടത്ത് വെച്ച് കാണാം. നമ്മളടുത്ത് എന്തായാലും കോമ്പസ് ഉള്ളതുകൊണ്ട് നമ്മൾ എന്തായാലും എവിടെ പോയാലും നമുക്ക് ഇങ്ങോട്ട് തന്നെ വരാം, ഒന്നും പ്രശ്നമില്ല. ഇനി എന്തായാലും മാപ്പ് യൂസ് ചെയ്തിട്ട് വലിയ കാര്യമില്ല തോന്നുന്നു, കാരണം അത് കവർ ചെയ്യുന്ന പോലെ കാണിക്കുന്നില്ല. ഞാൻ കണ്ടോ ഈ വൈറ്റ് ഡോട്ട് ഉണ്ടോ, എവിടെയോ ആണ് ഈ മാപ്പിൻ്റെയും പുറത്തേക്ക് പോയത് കൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്, ഡയറക്ഷൻ ഇല്ലാതെ. ഇനിയിപ്പോൾ എന്താ ചെയ്യാം, അത് പോവാം. ഒരു ഗുഹയൊക്കെ കാണുന്നുണ്ട്, പോയി നോക്കാം. ഗുഹ ഞാൻ പിന്നെ കുറച്ച് എടുത്തുചാട്ടക്കാരി ആയതുകൊണ്ട് നമുക്ക് വേഗം നല്ല രീതിയിൽ മുഞ്ചിട്ടുണ്ട്. എന്തായാലും അപ്പുറത്തേക്കുള്ള ഇതൊന്നും കാണുന്നില്ല, ഡാർക്ക് ഏരിയയാണ്. ചിലപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ വല്ല സൂമ്പിയുടെ നല്ല അടിയും വാങ്ങിച്ചാവും. അതുകൊണ്ട് തോണി മെല്ലെ കയ്യിലെടുക്കാം. തോണി എടുക്കാൻ നമുക്ക് ഈ മരമൊക്കെ പൊട്ടിക്കുന്ന പോലെ അമർത്തി പിടിക്കുന്നുണ്ടോ, നമ്മൾ ഈ മരമൊക്കെ പൊട്ടിക്കുന്ന പോലെ അമർത്തി പിടിച്ചിട്ട് നമുക്ക് ഇതാക്കേണ്ട ആവശ്യമില്ല. തോണി പൊട്ടിക്കാൻ അത് രണ്ടും ഇങ്ങനെ അടിച്ചാൽ മതി. ഇങ്ങനെ എന്താ പറയുക, പ്രസ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടി കയ്യിലേക്ക് വരും. അങ്ങനെ നമുക്ക് തോണി നമ്മളുടെ കയ്യിലുണ്ട്. നമുക്ക് പുറത്തേക്ക് പോയിട്ട് ആ തോണി പിന്നെ വെള്ളത്തിലിട്ട് അതിൽ പോവാം. അപ്പം ഇവിടെ കോളൊക്കെ ഉണ്ട്, ബട്ട് ഇപ്പോൾ നമ്മളിവിടെ നിന്നാൽ ശരിയാവില്ല. അപ്പോൾ പുറത്തോട്ട് പോവാം.
ഇത് സൺഫ്ലവറൊക്കെ ഉണ്ട് കേട്ടോ. സൺഫ്ലവർ കിഴക്കോട്ട് നോക്കിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. കിഴക്കോട്ട് തന്നെയല്ലേ നോക്കുക? കിഴക്കോട്ട് നോക്കി നിൽക്കുന്നുണ്ട് സൺഫ്ലവർ. പിന്നെന്താ, ആടിനെ കണ്ടപ്പോഴൊരു കാര്യം, ബെഡ് എടുത്തിട്ടില്ല. അയ്യോ, ഇനി നൈറ്റ് ആയി കഴിഞ്ഞാൽ എന്തോ ചെയ്യും? ബോർഡറുകൊണ്ട് പ്രശ്നമില്ല, എന്നാലും എല്ലാത്ത ചതി. നമുക്ക് വീട്ടിലോട്ട് തന്നെ പോയാലോ? നല്ല ഇത് എല്ലാ സാധനം എടുത്തും മെയിനായിട്ടുള്ള സാധനം എടുത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിങ്ങനെ പോവാം. എവിടെയെങ്കിലുമൊക്കെ എത്തിയാൽ, വില്ലേജ് എത്തിക്കഴിഞ്ഞാൽ സെറ്റാട്ടോ. വില്ലേജ് ഇറങ്ങാം, അവിടെയുള്ളതൊക്കെ തിന്നുക, സെറ്റാണ്. പക്ഷേ ബെഡും ഉണ്ടാവും. പക്ഷേ വില്ലേജ് എത്തിയിട്ടില്ലെങ്കിലാണ്. പക്ഷെ ബോട്ട് പോകുമ്പോൾ വല്ലാതെ ഒന്നും ആക്രമിക്കാൻ ചാൻസ് ഇല്ല കേട്ടോ. നമുക്കങ്ങനെ പോയാൽ മതി. എവിടെ ഇങ്ങനെ ഇടിച്ചു കുത്തി നിൽക്കരുത്. അപ്പം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊല്ലും. ഡയറക്റ്റ് ഇങ്ങനെ റിവറിൽ കൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. എന്തായാലും വില്ലേജ് തിരഞ്ഞ് നൈറ്റായി. എൻ്റെ അടുത്ത് ബെഡും ഇല്ല. എന്താകുമോ എന്തോ. നമുക്കിങ്ങനെ പോവാം. എന്തായാലും എവിടെയെങ്കിലുമൊക്കെ എത്തും. എനിക്ക് തോന്നുന്നു എന്തായാലും ഇന്ന് വില്ലേജ് എവിടെയെങ്കിലുമൊക്കെ സെറ്റാവുമെന്നാണ്. നമ്മൾ അത്രയും നേരം കഷ്ടപ്പെട്ട് മാപ്പ് ഉണ്ടാക്കിയിട്ട് ആ മാപ്പായിട്ടൊരു യൂസ് ചെയ്യില്ല. എന്തോ ചെയ്യണം. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നം. മാപ്പ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കിയിട്ടില്ലെങ്കിൽ മാപ്പ് ഔട്ട് ഓഫ് മീൻസ് എന്താ പറയുക, അതിൻ്റെ പുറത്തായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അവിടേക്കുള്ള ഏരിയാസ് കാണാൻ പറ്റില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാപ്പിൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ടിരിക്കണം. അവിടെ സോംബീസും സ്പൈഡേഴ്സൊക്കെ വന്ന് ഇനിയൊക്കെ കണക്ക് തന്നെയാണ്. ഇവിടെ കുടുങ്ങിയോ? ഓക്കെ, എന്നിട്ട് രക്ഷപ്പെട്ട്. എന്തായാലും ബോട്ട് നിന്നെ കൊല്ലാൻ പറ്റില്ല. ബോട്ടിൽ ഞാൻ എക്സ്പേർട്ട് ആയതുകൊണ്ട്. പക്ഷെ ഞാൻ എന്താ പറയുക, നൈറ്റിൽ ഇവിടെ എന്താ പറയുക, ഈ റിവർ സൈഡ് അല്ലാതെ നമ്മൾ ഈ കര സൈഡിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നിട്ടോ. കാരണം നമ്മൾ റിവറിൽ നമുക്കിങ്ങനെ മണ്ടാം, പ്രശ്നമില്ല. ഈ ബോട്ട് യൂസ് ചെയ്ത് ഇങ്ങനെ പോവാം. പക്ഷേ ഇതേപോലെ നമ്മൾ കര സൈഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങണേ നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞാനിതേമാതിരി എവിടെയോ പെട്ടിട്ട് വലിയ കാര്യത്തിൽ ഫോട്ടിൽ നിന്ന് ഇറങ്ങി ഓടിട്ടോ. ഓടിയിട്ട് ഇങ്ങനെ ഓടി. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ മറ്റേ ഈ എല്ലും കണ്ടം മറ്റേ സോംബീസൊക്കെ ഉണ്ട് കേട്ടോ. ഏരൊക്കെ അയക്കുന്നുണ്ട്. ഞാനുള്ള ജീവന് വെച്ച് ഓടി. അപ്പം പിന്നെ ഇതിലൊരു സാധനം നക്കി കഴിഞ്ഞാൽ കുറച്ച് ഫാസ്റ്റിൽ ഓടാൻ തോന്നുന്നു. അപ്പം അതൊക്കെ നക്കിയിട്ട് ഓടും. അപ്പം ഞാൻ ഓക്കെ, അവരെ കവർ ചെയ്തല്ലോ. അവരെന്തായാലും ഇവർ എവിടുന്നാണ് റീസ്പോൺ ആവുന്നതെന്ന് എനിക്കറിയില്ല. കാരണം പെട്ടെന്ന് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരും. പിന്നെ കുറേ സൂംബീസ് വരും. പിന്നെ കുറേ സ്പൈഡർ വരും. പിന്നെ എന്തായാലും ഇനി രാവിലെ ആവുന്ന വരെ ബെഡില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കേണ്ടി വരും. ഐ തിങ്ക് ഇതാണെങ്കിൽ എന്താ പറയുക, നൈറ്റിനി മാറൂല തോന്നണേ. കുറേ എണ്ണം ചാടി എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഞാനിങ്ങനെ ഒഴിവായി കളിക്കുകയാണ്. വീട്ടിലേക്ക് എത്താൻ പറ്റുമോ? വീട്ടിലേക്ക് തിരിച്ചു പോയാലോ? ഇതെന്തായാലും കുറച്ച് ടൈം എടുക്കും. എന്തായാലും